ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ ശങ്കറിന് ആകെ ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും മിഥുനല്ലെങ്കിൽ പിന്നെ നവീൻ എന്നൊരു ആശയത്തിലേക്ക് നേരെ നമ്മുടെ ശങ്കർ എത്തുകയാണ്. അപ്പോൾ ഗൗരിയോട് ചെന്ന് പറഞ്ഞപ്പോഴത്തേനും വേഗം ഗൗരി എന്തിനങ്ങനെ ചെയ്യണം, അവന് നിന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ ഗൗരി? നിന്നോട് മാത്രമല്ല കേട്ടോ, എന്നോടും കാണും. അല്ല, നവീൻ ചിലപ്പോൾ എന്നോട് ദേഷ്യം കാണുമായിരിക്കും. പക്ഷേ നിനക്ക് ഓർമ്മയില്ലേ ഗൗരി, അന്ന് നമ്മുടെ കല്യാണ ദിവസം അവൻ നിന്നെ വെല്ലുവിളിച്ചിട്ട് പോയത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി വേഗം തന്നെ ആ കാര്യം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഒരു കാര്യം നീ മറക്കണ്ട, ഇയാളോടൊപ്പമുള്ള ജീവിതം നിനക്ക് ഒരിക്കലും സന്തോഷകരമായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞു. അല്ല, അത് ചിലപ്പോൾ അന്നത്തെ ഒരു മാനസിക വിഷമത്തിൽ അന്ന് നവീൻ പറഞ്ഞാണെങ്കിലോ? അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ അല്ലെങ്കിലോ? പറയേ, നവീൻ എന്തെങ്കിലും എന്നോട് ദേഷ്യമോ പ്രതികാര ചിന്തയോ ഉണ്ടെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ട് നവീൻ അടങ്ങിയിരുന്നു? ഒരു നല്ല അവസരത്തിന് വേണ്ടിയിട്ട് അവൻ കാത്തിരുന്നാണെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യരുടെ കാര്യമല്ലേ, അവരെപ്പോൾ എന്ത് ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ലെന്നേ. എനിക്കെന്തോ നവീനാണ് ഇതിനൊക്കെ പിന്നിലെന്ന് എനിക്ക് സംശയിക്കാൻ പോലും തോന്നുന്നില്ല ശങ്കർ. മിഥുനെ പോലെ നവീൻ ഒരു ഫ്രോഡല്ല, അയാൾ നല്ലൊരു മനുഷ്യനാ. ഗൗരി, നീ അങ്ങനെ പറയരുത് കേട്ടോ. എന്തർത്ഥത്തിലാണ് അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് നീ പറഞ്ഞത്? ശങ്കർ, നവീൻ്റെ പേരിൽ ശങ്കർ എന്നോട് വഴക്കിടരുത് എന്ന് പറഞ്ഞു. മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. ഞാൻ വഴക്കിടുവൊന്നും കേട്ടോ ഗൗരി. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് മാത്രം. വെളുക്കച്ചിരിക്കണ, നല്ല രീതിയിൽ സംസാരിക്കണ ആരും നല്ലവരാണെന്ന് നീ കരുതരുത് കേട്ടോ. അവനെ കണ്ടിട്ട് ടൈം തൊട്ട് എൻ്റെ മനസ്സിനകത്തുള്ളൊരു കാര്യം കേട്ടോ അത്. ഞാനത് അവൻ്റെ മുഖത്ത് നോക്കി അത് പലവട്ടം പറയുകയും ചെയ്തിട്ടുണ്ട്. അവനൊരു വില്ലനാ, സുന്ദരനായൊരു വില്ലൻ, അതാണ് അവൻ. ശങ്കർ എന്തൊക്കെ പറഞ്ഞാലും നവീൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് ഗൗരി കട്ടായം പറയുക. നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും അവനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാന്നേ. ഹായ്, അതിന് നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? എന്തേ, ഉണ്ടോ? ശരി, നവീനെ നമുക്ക് നേരിട്ട് കാണാം. എന്നാൽ പിന്നെ ആട്ടെ. എന്നാൽ പിന്നെ ശങ്കറിൻ്റെ സംശയവും മാറിക്കിട്ടുമല്ലോ. നവീനുമായിട്ടുള്ള എത്രയും പെട്ടെന്ന് മീറ്റിംഗ് നടത്താം. എന്തിനാ വെറുതെ മാറ്റി വെക്കുന്നത്? എനിക്ക് അവനെ നല്ല ഡൗട്ടുണ്ട് കേട്ടോ ഗൗരി. നാളെ വേണം കേട്ടോ ആ ഡൗട്ട് ക്ലിയർ ആക്കാൻ. എന്തേ? ശരി എന്ന് സമ്മതിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് നവീൻ്റെ അടുത്തേക്ക് ഇവരെത്തുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശിനെയാണ് കേട്ടോ. രണ്ടുപേരുടെ ഭയങ്കര കഠിനാധ്വാനത്തിലാണ്. ആദർശിനെ എങ്ങനെയെങ്കിലും എഴുന്നേപ്പിച്ച് നടത്തിയേ നമ്മുടെ വേണിക്ക് പറ്റൂ. അപ്പോൾ ആദ്യം വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്തു, പിന്നെ ഏതേണ്ട എല്ലാം ഇങ്ങനെ മാറി മാറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കറിനെയും ഗൗരിനെയാണ്. നവീൻ്റെ ഫാദർ ഇവിടെ ഉണ്ടാവുന്നല്ലേ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതേ നവീൻ്റെ അച്ഛനെ കാണുകയാണ് കേട്ടോ. ശങ്കർ, ദാ അതാണ് നവീൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ദേ എന്ന് വിളിച്ചോ. പോലെട്ടോ, ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ ശങ്കറും ഗൗരിയും കൂടെ ദേണ്ട അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് വേഗം തന്നെ. ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നോ? നവീൻ്റെ ഫാദറല്ലേ? അതെ. ഓ, ഗൗരി ആയിരുന്നോ എന്ന് ചോദിച്ചോ. ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞു. നവീൻ്റെ അമ്മ ഇവിടെ ഇല്ല, അവരിപ്പോൾ ബാംഗ്ലൂരാ. അതെ, വല്ലപ്പോഴും അല്ല, അവിടെയാണ്. ഇവിടുത്തെ വീട് വിട്ടിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ. അച്ഛന് എന്നോട് ദേഷ്യം ഉണ്ടാവുമല്ലേ എന്ന് ചോദിച്ചു. ശങ്കറിനെ ഒരു തവണയോ മറ്റേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ, ഗൗരിയുടെ നിശ്ചയത്തിൻ്റെ അന്ന് എന്ന് പറഞ്ഞു. പിന്നെ ശങ്കറിൻ്റെ വരവായിരുന്നു കേട്ടോ ആ നിശ്ചയം മുടക്കിയത്. മറന്നിട്ടില്ല, ആ ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഗൗരി. അത് പിന്നെ നവീൻ്റെ അച്ഛ, ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ സ്നേഹിക്കുന്ന പെങ്കൊച്ചിൻ്റെ കയ്യിൽ വേറൊരാൾ മോതിരം ഇടുന്നത് കാണുമ്പോൾ അത് ആർക്കായാലും സഹിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയുള്ളൂ കേട്ടോ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഗൗരി, തനിക്ക് ഈ ശങ്കറിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ എൻ്റെ മോനെ വെറുതെ വിഡ്ഢിവേഷം കെട്ടിച്ചത്? ശരിക്കും അതങ്ങനെയല്ല എന്ന് പറഞ്ഞു ഗൗരി. അതെ നവീൻ്റെ അച്ഛ, നമ്മുടെ ഗൗരിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കേട്ടോ. ഗൗരി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിക്കും എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ആ ഭ്രാന്തിൽ ഞാൻ കാട്ടിക്കൂട്ടിയ പരിപാടിയായിരുന്നു കേട്ടോ അതൊക്കെ. പക്ഷേ സത്യങ്ങളൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലാക്കിയത്. ഗൗരി എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ ഓരോ കാര്യങ്ങളും.
നിങ്ങൾക്കാർക്കും ഗൗരിയോട് ഒരു ദേഷ്യവും തോന്നരുത് കേട്ടോ. ഈ പാവം ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഈ ലോകത്ത് എൻ്റെ ഗൗരി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നെയാണ്. നന്നായി, അത് നന്നായി. രണ്ടുപേരും നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഗൗരിയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നോ? പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പതിയെ ദേഷ്യമൊക്കെ മാറിയിട്ടോ. കാലം ഏത് മുറിവും ഉണക്കും എന്നാണല്ലോ പറയാറ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല ഗൗരി ഞങ്ങളുടെ മരുമകളായിട്ട് വരുന്നത് ഞാനും നവീൻ്റെ അമ്മയൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ വിധി പോലല്ലേ നടക്കുള്ളൂ. അങ്ങനെ പോട്ടെ, ഗൗരിക്ക് വിധിച്ചത് ശങ്കറായിരിക്കും എന്ന് പറഞ്ഞു. അത് നവീൻ്റെ അച്ഛൻ പറഞ്ഞത് ഈ പറഞ്ഞത് കറക്റ്റാട്ടോ. എൻ്റെ ക്ടാവിൻ്റെ കെട്ടിയവനായിട്ട് ഞാൻ വരണമെന്ന് അവളുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നേ. അത് എഴുതിയതേ നമ്മുടെ വടക്കുനാഥനല്ലേ. അത് പിന്നെ അങ്ങനല്ലേ നടക്കുമോ? രണ്ടുപേരും കണ്ടതിൽ സന്തോഷം. അല്ല, ശ്യാമിനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ ശ്യാം ഫോൺ എടുത്തില്ല കേട്ടോ. എന്നോട് പിണക്കായിരിക്കും. മോള് ശ്യാമിനോടൊന്ന് പറഞ്ഞേക്കേ. അങ്കിളിന് ശ്യാമിനോട് ദേഷ്യമൊന്നുമില്ലെന്ന് പറയാം എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളിപ്പോൾ അച്ഛനെ കാണാൻ വന്നത് വേറൊരു കാര്യം കൂടി അറിയാനാ. എന്താ മോളെ, എന്താ അറിയേണ്ടത്? നവീനും അമ്മയോടൊപ്പം ബാംഗ്ലൂരാണോ? അവിടെ ഏതെങ്കിലും കമ്പനിയിലായിരുന്നോ നവീൻ വർക്ക് ചെയ്യണത്? ഓഹോ, അപ്പോൾ നവീൻ്റെ കാര്യങ്ങളൊന്നും മോൾ അറിഞ്ഞില്ല അല്ലേ എന്ന് ചോദിച്ചു. അതെന്താ? അപ്പോൾ ഇവർ രണ്ടുപേരും മുഖത്തോട് നോക്കുവാണ്. എന്തു പറ്റിയച്ചാ? നവീൻ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ശങ്കരൻ ചോദിക്കുക, എന്താ സംഭവം, ആൾക്ക് എന്താ പറ്റിയേ എന്ന് ചോദിച്ചു. അപ്പം എന്തൊക്കെയോ പുള്ളി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് നവീൻ്റെ കാര്യം ഓർത്തിട്ട്. എന്താച്ചാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇപ്പോഴും അദ്ദേഹം മിണ്ടുന്നില്ല കേട്ടോ. കുറേ നേരം ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും വേണീനെയാണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് രണ്ടുപേരുടെ. ആദർശിൻ്റെ ഈ ചേഞ്ച് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇത്രയും പെട്ടെന്ന് ഇത്രയും മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വീൽ ചെയറിൽ നിന്ന് ഞാനിത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും വേണിക്കും മാത്രം കേട്ടോ ഡോക്ടറെ എന്ന് പറഞ്ഞു. ഡോക്ടറെ, ഇതൊക്കെ വെറുതെ ആദർശേട്ടൻ പറയുന്ന കേട്ടോ. ഞാനേ ഡോക്ടറുടെ മരുന്ന് തന്നെ കേട്ടോ ആദർശേട്ടന് ഗുണം ചെയ്തത്. അല്ലാണ്ട് ആദർശേട്ടൻ കരുതുന്നത് പോലെ ആ വീൽ ചെയറിൽ നിന്ന് എഴുതേക്കാൻ പറ്റിയത് എൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല കേട്ടോ ഡോക്ടറെ എന്ന് പറഞ്ഞു. അതിനും വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഡോക്ടറെ. ഈ ആദർശനെ വെറുതെ എന്നെക്കുറിച്ച് തള്ളുന്ന കേട്ടോ. അതെ, വലിയ കാര്യങ്ങളൊന്നും വേണ്ടി ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ വേണി ചെയ്ത ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദർശിനെ ഈ മാറ്റം ഉണ്ടാക്കിയത്. അത് ശരി. അപ്പോൾ ഡോക്ടറും ആദർശേട്ടൻ്റെ ഡയലോഗിൽ വീണോ? ഡോക്ടറെ, ആദർശേട്ടൻ പറഞ്ഞതൊക്കെ സമ്മതിച്ചു കൊടുത്തോ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ, എൻ്റെ മെഡിസിനേക്കാൾ ആദർശിനെ എഫക്റ്റ് ചെയ്തത് വേണിയുടെ സ്നേഹം തന്നെയാണ്. ആദർശത്തെ തെളിവ് സഹിതം എൻ്റെ മുന്നിൽ ഇത് പ്രൂവ് ചെയ്ത് നിൽക്കല്ലേ. പിന്നെ എങ്ങനെയാ? എക്സസൈസുകൾ മുടങ്ങാതെ ചെയ്യണം കേട്ടോ. പുതിയ ചില മെഡിസിൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഇങ്ങനെ തന്നെ പോയാൽ എന്നാണെങ്കിലും ആദർശം പൂർണ്ണമായിട്ടൊരു മാറ്റം ഉണ്ടാവും. പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ മീൻസ് പഴയ ആദർശമായി മാറും. മനസ്സിലാകുന്നുണ്ടോ? താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അതേ ഡോക്ടറെ, ഈ കട്ടയ്ക്ക് ശ്രമിച്ചാലേ 1 മാസം കൊണ്ട് ആദർശേട്ടന് ഓടിച്ചാടി നടക്കാൻ പറ്റില്ലേ? ശ്രമിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ടാന്ന്? ധൈര്യമായിട്ട് ശ്രമിച്ചോ ആദർശേട്ടാ. ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ, 2 മാസമൊന്നും വേണ്ടാന്ന്, ഒരു മാസം കേട്ടോ. ആ മാസത്തിനുള്ളിലേ നമ്മൾ കട്ടയ്ക്ക് ശ്രമിച്ച് ആദർശേട്ടനെ ഞാൻ കൊട്ടപ്പനാക്കി എടുക്കൂട്ടാ എന്ന് പറഞ്ഞ വേണി. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും മെഡിസിനൊക്കെ വാങ്ങി അവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത്, അതെ ആദർശേട്ടൻ ഇവിടെ ഇരുന്നോട്ടോ, ഞാൻ പോയി ഫാർമസിയിൽ നിന്ന് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ വേഗം തന്നെ ഒരു നേഴ്സ് അങ്ങോട്ട് വന്നിട്ട്, നിങ്ങൾ മിഥുൻ ഡോക്ടറുടെ റിലേറ്റീവ്സ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പരസ്പരം നോക്കുക. ഓർമ്മയില്ലേ, സാറ് പോസ്റ്റ് ഓഫീസിൽ കിടന്നപ്പോൾ എനിക്കവിടെയായിരുന്നു ഡ്യൂട്ടി. ഈ കുട്ടിയുടെ സങ്കടം ആ സമയത്തൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും സാറ് രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം. പിന്നെ മിഥുൻ ഡോക്ടർ വന്നിട്ടില്ലേ സാറേ? ഇല്ല എന്ന് പറഞ്ഞു. മിഥുൻ ഡോക്ടർ അന്ന് പോസ്റ്റ് ഓഫീസിൽ കയറി സാറിനെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയാ ഞാൻ മിഥുൻ ഡോക്ടറും സാറും ബന്ധുക്കളാണെന്ന് ഞാൻ അറിഞ്ഞത്. സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ ഞാൻ കിടക്കുമ്പോൾ മിഥുൻ എന്നെ കാണാൻ വന്നിരുന്നോ? പിന്നെ വന്നിരുന്നല്ലോ. സാറിന് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു.
മിഥുൻ ഡോക്ടർ സാറിനെ വന്ന് കണ്ടതിന് ശേഷമല്ലേ പോലീസുകാരെ മൊഴിയെടുക്കാൻ പോലും വന്നത്. തലയ്ക്കടിച്ച ആളെ ഓർമ്മയില്ലാന്ന് സാർ അന്നേരം മൊഴി കൊടുക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ഇവർക്കൊരു സംശയം. അപ്പോഴേക്കും മിഥുൻ ഡോക്ടർ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാവം നല്ല സ്നേഹമുള്ള മനുഷ്യനാ ഡോക്ടർ കേട്ടോ, സത്യമാണ് ഞാൻ പറയണത്. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ മിഥുൻ ഡോക്ടറോട് എൻ്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അങ്ങ് പോയി. അല്ല, എന്താ ഈ കളക്കളി? എന്താ ആദർശേട്ടാ? ആദർശേട്ടൻ എന്താ ആലോചിക്കുന്നത്? എന്താ ഒരു വമ്പൻ ആലോചന? ഒന്നുമില്ല വേണി. എന്നാലേ ഞാൻ പോയി ഈ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് വേണി അങ്ങ് പോയി. ആദർശിന് ഫുൾ ഡൗട്ടാട്ടോ. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയും നമ്മുടെ ശങ്കറിനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നവീനെ. എൻ്റെ പൊന്നു ഗൗരി, ഇവിടെ വന്ന് നിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. എന്താ ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ആവശ്യമല്ലേ, കാര്യം നടക്കണ്ടേ? അല്ല, എൻ്റെ ഡൗട്ട് അതല്ലട്ടോ. ഇനിയിപ്പോൾ ആളിവിടെ ഉണ്ടാവില്ലേ? നമ്മൾ ചോദിച്ചപ്പോൾ ഓഫീസ് എന്ന് പറഞ്ഞത് ഇയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്നല്ലേ. ഇയാളിതെങ്ങനെ ഇവിടെ വന്ന് പറ്റിയത്? ഏതെങ്കിലും കോർപ്പറേറ്റ് ഓഫീസിലായിരിക്കും നവീൻ വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതിയത്. അല്ല, ആൾക്കിപ്പോൾ ഇവിടെ എന്തിട്ടാ പണി? അറിയില്ല. നമ്മുടെ ആ ഡൗട്ട് ശരിയാണെങ്കിൽ വലിയൊരു പ്രശ്നം ഇന്നത്തോടെ അവസാനിക്കും. ശങ്കർ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ക്ഷമയോടെ വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ക്ഷമയോ? ഇക്കാര്യത്തിലോ? നല്ല കാര്യമായിട്ടോ ഗൗരി. നിന്റെ വീട്ടുകാർ പോലും തള്ളിപ്പറയാൻ കാരണക്കാരനായ ആ അവനില്ലേ, എൻ്റെ പൊന്നു ഗൗരി, അവനാണെങ്കിൽ ആ നവീൻ, എങ്കിൽ നവീൻ തീർന്നോ. പിന്നെ ശങ്കർ ഭായി അവനോട് ക്ഷമിക്കില്ല കേട്ടോ. ധ്രുവൻ്റെ കാര്യത്തിൽ ഞാൻ തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഒരു ഡയലോഗും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ കേൾക്കില്ല, അത്ര തന്നെ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നവീൻ അതിലെ വരുന്നത്. പുതിയ സന്യാസിയായിട്ട് ദേണ്ട് വന്നിരിക്കുകയാണ് ആള്. ഇതെന്താ ഗൗരി, ഇതെന്ത് വേഷമാണ് ഇത് എന്ന് ചോദിച്ച് ഞെട്ടി. അല്ല, എന്നെ അന്വേഷിച്ച് 2 പേര് വന്നിട്ടുണ്ടെന്ന് ഗുരു പറഞ്ഞു. അത് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അന്തിച്ച് നോക്കുകയാണ്. എന്താ 2 പേരും എന്താ ഇനി ഇങ്ങനെ നോക്കുന്നത്? ഇതെന്തിട്ട് കോലം ഇത്? ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. ജീവിതം അങ്ങനെയൊക്കെയാ ശങ്കർ. ശരിക്കും ഒഴുക്കിനെതിരെ നമ്മൾ നീന്താൻ ശ്രമിക്കും. പക്ഷേ അത് വിജയിച്ചു എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പിന്നീടാ മനസ്സിലാവുന്നത് ഒഴുക്കിനെതിരെ നമ്മൾ ഒരിക്കൽ പോലും നീന്തിയിട്ടില്ല എന്ന്. അത് നമ്മുടെ തോന്നൽ മാത്രമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നേ. അതുകൊണ്ട് പിന്നെ ഈ പ്രപഞ്ചം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സകല ചരാചരങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് ഈ പ്രപഞ്ചം തന്നെയല്ലേ. എന്താ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പോലും എൻ്റെ സ്വന്തമല്ല. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് വൈകി. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്. അല്ല നവീനെ, നിങ്ങൾ അത്യാവശ്യം എഡ്യൂക്കേഷനൊക്കെ ഉള്ള ടീമല്ലേ? എന്നിട്ട് നിങ്ങൾ നന്നായാലോ ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ? ഒരു മനുഷ്യന് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമോ? ശങ്കര, ഞാൻ നന്നായി ജീവിച്ചു എന്നത് മറ്റുള്ളവരുടെയും എൻ്റെയും മാത്രം തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു രൂപത്തിലല്ല ഞങ്ങൾ നവീനെ ഒരിക്കലും പ്രതീക്ഷിച്ചത്. അറിയാം, മനസ്സിലായി. നിങ്ങളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതൊക്കെ ഞാൻ പലതിൻ്റെയും പിന്നാലെ ഓടുകയായിരുന്നു. എന്തിന്? ശങ്കറിൻ്റെയും ഗൗരിയുടെ വിവാഹം നടക്കുന്ന ആ ദിവസം മറന്നിട്ടില്ല ഞാൻ. അതെൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്, തകർത്ത് കളഞ്ഞത്. നിങ്ങൾ 2 പേരും ആ ദിവസം മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. സത്യം പറയട്ടെ, അപമാനിതനായിട്ടാണ് അന്ന് ഞാൻ അവിടെ നിന്നിറങ്ങിയത്. എന്ത് ചെയ്യണമെന്നറിയില്ല. അന്നുണ്ടായ ആ അപമാനവും നിരാശയും എന്നെ മാനസികമായിട്ട് വളരെ തളർത്തിക്കളഞ്ഞു. ഗൗരിയോടും ശങ്കറിനോടും ഒക്കെ എനിക്ക് തീരാത്ത പകയായിരുന്നു. അത്രയ്ക്ക് പക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെയൊക്കെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത്. പക്ഷേ ഒന്നിനുമുള്ള ധൈര്യം അതെനിക്കുണ്ടായിരുന്നില്ല. ഞാൻ സ്വയം അങ്ങ് ഒതുങ്ങിക്കൂടി. ആരോടും ജോലി റിസൈൻ ചെയ്തു, മുറിയിൽ തന്നെയായി, എപ്പോഴും ആരോടും സംസാരമില്ലാതെയായി. അങ്ങനെ പതിയെ ഞാൻ ഡിപ്രഷനിലേക്ക് മാറി തുടങ്ങി.
അയ്യോ അച്ഛനും അമ്മയൊക്കെ അത് കണ്ട് അങ്ങനെയൊക്കെ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. നവീനെ ഒരിക്കലും തകർത്ത് കളയാനും ഇല്ലാതാക്കാനോ ഒന്നും അല്ല ഞാൻ അങ്ങനെ കണ്ട് സംസാരിച്ചത്. അരുത്, ഞാൻ ഗൗരിയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. അതൊന്നും ഗൗരിയുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതൊന്നും അല്ലെന്ന് എനിക്കറിയാം. അതൊക്കെ വിധിയാണ്. വിധി പോലെ നടക്കുകയുള്ളൂ. എൻ്റെ നിയോഗമാണ് എന്നെ അതിലൂടെ നടത്തിച്ചത്. അല്ല, ജോലി വേണ്ടെന്ന് വെച്ച് മുറിയിൽ അടച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചു ശങ്കർ. എന്തുട്ടാ ഈ സ്റ്റോറി? ആ പറയാം. ആത്മഹത്യ ചെയ്തേക്കുമെന്ന പേടി തോന്നിയ ഒരു സമയത്ത് ഞാൻ വീട് വിട്ടിറങ്ങി. ആ സമയത്ത് എവിടേക്കാണ് എന്നൊന്നും എനിക്ക് കൃത്യമായ ലക്ഷ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ യാത്ര അവസാനിച്ചത് കാളഹസ്തിയിലാണ്. കേട്ടിട്ടുണ്ടോ ആ കാളഹസ്തിന്ന്? പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചോ. ഏയ് പോയിട്ടില്ല കേട്ടോ, പക്ഷേ പോണമെന്ന് ഒരാഗ്രഹമുള്ള സ്ഥലമാട്ടോ. ധാരാളം കേട്ടിട്ടുണ്ട്. അവിടെ ദേ മഹാദേവനാണ് കേട്ടോ, ശങ്കറിൻ്റെ ഇഷ്ടദേവൻ. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ. അവിടെ തൊഴുതിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നമ്മുടേതായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. വസ്ത്രവും ആഭരണവും അങ്ങനെയെല്ലാം തന്നെ. ക്ഷേത്ര ദർശനത്തിന് പോയ ആളല്ലായിരിക്കും തിരിച്ചു വരുന്നത്. പുനർജന്മം നേടിയ മറ്റൊരാളായിരിക്കും കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനും ആ ആചാര രീതി അനുസരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ വേഷത്തിലേക്ക് കാലഭൈരവനെ തൊഴുത് പുറത്തേക്ക് വന്നത്. ആ പഴയ നവീൻ അതായിരുന്നില്ല. വെറുപ്പിൻ്റെയും പകയുടെയും പാടക്കെട്ടുകളെല്ലാം കാളഹസ്തിയിൽ ഉപേക്ഷിച്ച് ബ്രഹ്മചാരിയായ ഈ പുതിയൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വളരെ സ്വസ്ഥനാണ്, സമാധാനത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ല ഇനി പറയൂ, എന്താ നിങ്ങൾ എന്നെ കാണാൻ വന്നത്? എന്തിനാ? എന്തെങ്കിലും എൻ്റെ സഹായം വേണോ? എന്തെങ്കിലും മടിക്കാതെ ആവശ്യപ്പെടാട്ടോ. എന്താ എന്ന് ചോദിച്ചു. അയ്യോ അത് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാ കള്ളം പറയുക എന്ന് ചോദിച്ചു ശങ്കർ. ഞങ്ങൾ സത്യം പറഞ്ഞാലേ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താട്ടോ ഇങ്ങോട്ട് വന്നത്. തെറ്റിദ്ധാരണയോ? എന്തിന്? മനസ്സിലായില്ല നവീൻ. അത് പിന്നെ കാഴ്ചയിൽ നവീനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ, അയാൾ കാരണം ആരതിയുടെ ഭാവി തന്നെ ഇപ്പം അത് അപകടത്തിലാവാൻ പോവാണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ അയാൾ ഒരു കുഴപ്പക്കാരനാണെന്ന് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പോലും തെളിയിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നതേയില്ല. എല്ലാവരുടെ മുൻപിൽ മാന്യതയുടെ മുഖമൂടി അണിഞ്ഞ് അയാൾ സന്തോഷമായിട്ട് അയാളിപ്പോൾ ജീവിക്കുന്നുണ്ട്. അല്ല ഇപ്പോഴും എനിക്ക് നിങ്ങൾ പറയുന്നങ്ങ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഞാനിപ്പോൾ നിങ്ങളെ എന്താ സഹായിക്കേണ്ടത്? അയ്യോ ഞങ്ങളെ സഹായം ചോദിച്ചൊന്നും വന്നതല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു സംശയം തീർക്കാൻ വന്നതാ. സംശയമോ? എന്ത് സംശയം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയപ്പം മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാനാണോ ഇതിൻ്റെ പിന്നിലെന്ന് നിങ്ങൾ സംശയം ഉണ്ടായിരുന്നു അല്ലേ? അതല്ലേ സത്യം? അപ്പം നവീൻ ശരിയാട്ടോ, ഇവിടെ വരുന്നത് വരെ അങ്ങനെ ഒരു ഡൗട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാട്ടോ. അല്ല ഇപ്പം നിങ്ങളുടെ സംശയം മാറിയോ? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. സോറി നവീൻ എന്ന് പറഞ്ഞു ഗൗരി. അതൊന്നും സാരമില്ലടോ. ഗൗരി എന്തിനാ ക്ഷമ പറയുന്നത്? മനുഷ്യ സഹജമായിട്ട് ആർക്കും തോന്നാവുന്ന ഒരു കാര്യമേ നിങ്ങൾക്കും തോന്നിയിട്ടുള്ളൂ. അത് സത്യമുള്ള കാര്യമാണ്. അപ്പം വേമ്പണ്ട് അമ്പലത്തിൽ മണി അടിച്ചു കേട്ടോ. പ്രാർത്ഥനയ്ക്കുള്ള സമയമായി കേട്ടോ. എന്നാൽ പിന്നെ അതിനുള്ള മടിയാണ് ഇപ്പം മുഴങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് വരണം കേട്ടോ, രണ്ടുപേരും നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ വേദനകൾ സങ്കടങ്ങൾ എല്ലാം ഈശ്വരൻ്റെ കാൽക്കലേക്ക് വയ്ക്കുക. എന്നിട്ട് പരിഹാരം ഭഗവാൻ തന്നെ നിർദ്ദേശിച്ച് തരൂ കേട്ടോ. സദാ സൗഖ്യത്തോടെ സൗഭാഗ്യത്തോടെ ഈ ഭൂമിയിൽ തുടരാനായിട്ട് പ്രപഞ്ചനാഥൻ നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് ഇവരെ പറഞ്ഞു വിടുന്നത് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.